ഇപ്പോൾ ഡിസ്ട്രിബ്യൂഷൻ്റെ മൂന്നാമത്തെ ഭാഗമാണ് മാനേജിങ് റീറ്റെയിലിംഗ്. റീറ്റെയിലേഴ്സ് എന്ന് പറഞ്ഞാൽ അറിയാം, ഇറ്റ് ഇസ് എ ലാസ്റ്റ് ലിങ്ക് ഇൻ ദ ചെയിൻ ഓഫ് ഡിസ്ട്രിബ്യൂഷൻ. അയാളാണ് കസ്റ്റമർക്ക് സെയിൽ നടത്തുന്നത്. ഈ ക്യാരീസ് ട്രേഡ് ഓൺ സ്മോൾ സ്കെയിൽ, ഈസ് എൻഗേജ് ഇൻ ദ സെയിൽ ഓഫ് ഗുഡ്സ് ടു ദ അൾട്ടിമേറ്റ് കൺസ്യൂമേഴ്സ്. അയാൾ എന്തൊക്കെ ഫംഗ്ഷൻ ചെയ്യുന്നത്? അയാൾ കളക്ഷൻ ആൻഡ് അസംബ്ലിംഗ് ഓഫ് ഗുഡ്സ് ഫ്രം ഡിഫറെൻറ്റ് ഹോൾസെയിലേഴ്സ്. ഹോൾസെയിലേഴ്സിന് അയാൾ കളക്ട് ചെയ്ത് അസംബിൾ ചെയ്യുന്നു, കളക്ഷൻ ചെയ്യുന്നുണ്ട്, അസംബ്ലിങ് ചെയ്യുന്നുണ്ട്. അണ്ടർടേക്കിംഗ് ദ ട്രാൻസ്പോർട്ട് ഫോർ ക്യാരിങ് ദ ഗുഡ്സ് പർച്ചേസ്. അയാൾ പർച്ചേസ് സാധനം ട്രാൻസ്പോർട്ട് ചെയ്യുന്നുണ്ട് സ്വന്തം അയാളുടെ പ്രമിസസിലേക്ക്. ദെൻ സെല്ലിംഗ് ഓഫ് ദ പ്രോഡക്ട്സ് പർച്ചേസ്ഡ് ഇൻ ബൾക്ക് ക്വാണ്ടിറ്റീസ് ടു കൺസ്യൂമേഴ്സ് ഇൻ സ്മോൾ ക്വാണ്ടിറ്റീസ്. അയാൾ ഹോൾസെയിലേഴ്സിന് ബൾക്ക് ക്വാണ്ടിറ്റി ആയിട്ട് പർച്ചേസ് നടത്തിയത് ചെറിയ ചെറിയ ക്വാണ്ടിറ്റി ആയിട്ട് കൺസ്യൂമേഴ്സിന് കൊടുക്കുന്നുണ്ട്. ദാറ്റ് മേക്സ് കൺവീനിയൻസ് ടു കൺസ്യൂമേഴ്സ്. സ്റ്റോറിങ് ആൻഡ് ഗ്രേഡിംഗ് ഓഫ് ഗുഡ്സ്. ഹോൾസെയിലേഴ്സിന് വാങ്ങിയ സാധനം സ്റ്റോർ ചെയ്യുന്നുണ്ട്, അത് ഗ്രേഡ് ചെയ്യുന്നുണ്ട് ബേസ്ഡ് ഓൺ സം ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ്. ഗിവിങ് ക്രെഡിറ്റ് ഫെസിലിറ്റീസ് ടു റെഗുലർ കസ്റ്റമേഴ്സ്. റെഗുലർ ആയിട്ടുള്ള റിലയബിൾ ആയിട്ടുള്ള കസ്റ്റമേഴ്സിന് ക്രെഡിറ്റ് ഫെസിലിറ്റി കൊടുക്കുന്നുണ്ട്. അണ്ടർടേക്കിംഗ് സം പ്രൊമോഷണൽ ആക്ടിവിറ്റീസ് ബൈ ഡിസ്പ്ലേയിങ് ഗുഡ്സ് ഇൻ ദ പ്രമിസസ്. അയാൾ അങ്ങനെ ഡിസ്പ്ലേ ചെയ്യുന്നതോടുകൂടി ചിലപ്പോൾ കസ്റ്റമേഴ്സ് വിൽ ബി മോട്ടിവേറ്റഡ് ടു പർച്ചേസ് ദി ഗുഡ്സ്. അണ്ടർടേക്കിംഗ് റിസ്ക് ഓഫ് ഫയർ, തെഫ്റ്റ് ആൻഡ് ഡാമേജ് ഓഫ് ഗുഡ്സ് വൈൽ ഇൻ സ്റ്റോക്ക്. സ്റ്റോക്കിലുള്ള സമയത്ത് തീ പിടിച്ച് അല്ലെങ്കിൽ നഷ്ടപ്പെട്ടൊക്കെ പോവുകയാണെങ്കിൽ അതിൻ്റെ റിസ്ക് അയാൾ ബെയർ ചെയ്യുന്നുണ്ട്. കീപ്പിംഗ് റെഡി സ്റ്റോക്സ്. കൺസ്യൂമേഴ്സിന് ആവശ്യമുള്ള സാധനങ്ങൾ സ്റ്റോക്കിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ദെൻ കളക്ടിങ് മാർക്കറ്റിംഗ് ഇൻഫർമേഷൻ ആൻഡ് സപ്ലൈയിങ് ഇറ്റ് ടു ദ ഹോൾസെയിലേഴ്സ് ആൻഡ് ദ കമ്പനി. കമ്പനിക്ക് വേണ്ട ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഹോൾസെയിലേഴ്സിന് വേണ്ട ഇൻഫർമേഷൻ കളക്ട് ചെയ്തിട്ട് സപ്ലൈ ചെയ്യുന്നുണ്ട്. അയാൾ എന്തൊക്കെ സർവീസാണ് ചെയ്യുന്നത്? സർവീസ് ടു കൺസ്യൂമേഴ്സിന് എന്തൊക്കെ സർവീസ് ചെയ്യുന്നത്? ഒന്ന് സെലക്ഷനാണ്. കൺസ്യൂമേഴ്സിന് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ അവിടെ മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ കൺസ്യൂമേഴ്സിന് സെലക്ഷൻ എന്നുള്ള ചാൻസ് കിട്ടുന്നുണ്ട്. ഒരുപാട് സാധനങ്ങൾ കിട്ടുമ്പോൾ അതിൽ സെലക്ട് ചെയ്യാം, എന്നിട്ട് അവർക്ക് ഇഷ്ടമുള്ള എടുക്കാം. കൺവീനിയൻസ് എന്ന് പറഞ്ഞാൽ സാധനങ്ങൾ ബൾക്ക് ക്വാണ്ടിറ്റി ആയിട്ടാണ് ഇവർ ഹോൾസെയിലേഴ്സിന് എടുക്കുന്നത്. റീറ്റെയിലേഴ്സ് എന്ത് ചെയ്യും? അത് ചെറിയ ചെറിയ ക്വാണ്ടിറ്റി ആയിട്ട് കൺസ്യൂമേഴ്സിന് കൊടുക്കും. അത് ഒരു കൺവീനിയൻസ് ആണ്. ആർക്ക്? കൺസ്യൂമേഴ്സ്. നേരത്തെ പറഞ്ഞ എക്സാമ്പിളാണ് പെപ്സിയൊക്കെ ഒരു കേസിൽ 24 ഉണ്ടാവും. അത് അങ്ങനെയാണ് ഹോൾസെയിലേഴ്സ് വിൽക്കുന്നത്. പക്ഷേ റീറ്റെയിലേഴ്സ് അത് ഓരോന്നോരോന്ന് ആയിട്ട് ആർക്ക് കൊടുക്കും? കൺസ്യൂമേഴ്സിന് കൊടുക്കും. ഇൻഫോമിങ് കൺസ്യൂമേഴ്സ് അബൌട്ട് ന്യൂ പ്രൊഡക്ട്സ്. ഇപ്പോൾ പുതിയ പ്രൊഡക്റ്റ് വന്നാലൊക്കെ കൺസ്യൂമേഴ്സിന് ഇൻഫർമേഷൻ കിട്ടുന്നത് റീറ്റെയിലേഴ്സ് വഴിയാണ്. അതിന് നിലവിലുള്ള ഒരു ബ്രാൻഡിൻ്റെ പുതിയ വെറൈറ്റി വഴിയാണെങ്കിലും ആ ഇൻഫർമേഷനൊക്കെ റീറ്റെയിലേഴ്സ് കൊടുക്കുന്നുണ്ട്. then advise the consumers about different features of the product. ഇപ്പോൾ ഏതെങ്കിലും ക്വാളിറ്റി ഫീച്ചർ ആണെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും പലതരത്തിലുള്ള ഇൻഫർമേഷൻ ആര് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്? റീറ്റെയിലേഴ്സ് കൺസ്യൂമേഴ്സിന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിനനുസരിച്ച് അഡ്വൈസ് ചെയ്യുന്നുണ്ട്. ഏതെടുക്കണം എന്നൊക്കെയുള്ള അഡ്വൈസൊക്കെ കൊടുക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ഒരു കടയിൽ പോയി ചെരുപ്പ് വാങ്ങുകയാണെങ്കിൽ ഏത് ചെരുപ്പാണ് നല്ലത് എന്നൊക്കെയുള്ള അഡ്വൈസൊക്കെ നമുക്ക് കിട്ടും. ദെൻ ഫൈനാൻസിങ് റെഗുലർ കസ്റ്റമേഴ്സ്. റിലയബിൾ ആയിട്ടുള്ള കസ്റ്റമേഴ്സിന് ഫൈനാൻസിങ് ക്രെഡിറ്റ് സെയിൽസ് കൊടുക്കും. ഹോം ഡെലിവറിയെ കുറിച്ച് ചില കൺസ്യൂമേഴ്സ് അതിന് ഹോം ഡെലിവറി കിട്ടും. ചില സൂപ്പർ മാർക്കറ്റിൽ ഹോം ഡെലിവറി തുടങ്ങിയിട്ടുണ്ട്. അതൊക്കെ കൺസ്യൂമേഴ്സിന് കിട്ടുന്ന ബെനിഫിറ്റാണ്, സർവീസാണ്. എസ്റ്റാബ്ലിഷ് ഷോപ്സ് നിയർ ടു കസ്റ്റമേഴ്സിൻ്റെ വീടിൻ്റെ അടുത്ത് ഒരു ഷോപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്യും. ദെൻ മാനുഫാക്ചേഴ്സ് അല്ലെങ്കിൽ ഹോൾസെയിലേഴ്സിന് കിട്ടുന്ന സർവീസ് എന്തൊക്കെയാണ്? റീറ്റെയിലേഴ്സ് ഡീൽസ് വിത്ത് കസ്റ്റമേഴ്സ്. ദിസ് എനാബിൾസ് ദ മാനുഫാക്ചറർ ടു കോൺസെൻട്രേറ്റ് ഓൺ പ്രൊഡക്ഷൻ ആൻഡ് ഹോൾസെയിലേഴ്സ് ഓൺ ദെയർ വർക്ക്. പ്രൊഡക്ഷൻ എന്നുള്ള വർക്കിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ മാനുഫാക്ചറിനെയും ഹോൾസെയിലേഴ്സിൻ്റെ വർക്കിന് ഇൻവോൾവ് ആക്കാൻ വേണ്ടി ഹോൾസെയിലേഴ്സ് എന്താണോ ചെയ്യേണ്ടത് അതിൽ അവർക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടി കസ്റ്റമേഴ്സിനെ ഡീൽ ചെയ്യുന്ന ആരാണ്? റീറ്റെയിലേഴ്സാണ്. അപ്പോൾ റീറ്റെയിലേഴ്സ് അങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. റീറ്റെയിലേഴ്സ് ഹെൽപ്സ് ടു ഇൻക്രീസ് സെയിൽസ് ബൈ ഡൂയിങ് പ്രൊമോഷണൽ ആക്ടിവിറ്റീസ്. റീറ്റെയിലേഴ്സ് ഒരുപാട് പ്രൊമോഷണൽ ആക്ടിവിറ്റീസ് ചെയ്യുന്നുണ്ട്. അത് അൾട്ടിമേറ്റ്ലി സെയിൽസ് കൂട്ടും. സെയിൽസ് കൂട്ടുന്നത് ഹോൾസെയിലേഴ്സിനും നല്ലതാണ്, മാനുഫാക്ചേഴ്സിനും നല്ലതാണ്. കളക്ടിങ് ആൻഡ് സപ്ലൈയിങ് ഇൻഫർമേഷൻ ടു ഹോൾസെയിലർ ആൻഡ് മാനുഫാക്ചറർ. കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് നിന്ന് അല്ലെങ്കിൽ ഇപ്പോൾ മാർക്കറ്റിലെ ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്തിട്ട് അത് ഹോൾസെയിലേഴ്സിനും കമ്പനിക്കും ആരും ഈ റീറ്റെയിലർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദെൻ ഫൈൻഡിങ് കസ്റ്റമേഴ്സ് ഫോർ ദ പ്രൊഡക്റ്റ്. ഇത് പുതിയ കസ്റ്റമേഴ്സിനെ ഫൈൻഡ് ചെയ്യാൻ വേണ്ടി ഫൈൻഡ് ചെയ്യുന്നുണ്ട് റീറ്റെയിലേഴ്സ്. ഇറ്റ് ഈസ് എ സർവീസ് ടു മാനുഫാക്ചറേഴ്സ്. ഇനി ടൈപ്പ് ഓഫ് റീറ്റെയിലേഴ്സ്. ഏതൊക്കെ ടൈപ്പാണ് റീറ്റെയിലേഴ്സ് ഉള്ളത്? റീറ്റെയിലേഴ്സ് ബ്രോഡ്ലി വി ക്യാൻ ക്ലാസിഫൈ റീറ്റെയിലേഴ്സ് ഇൻ ടു ഇറ്റിനറൻ്റ് റീറ്റെയിലേഴ്സും ഫിക്സ്ഡ് ഷോപ്പ് റീറ്റെയിലേഴ്സും. ഇറ്റിനറൻ്റ് റീറ്റെയിലേഴ്സ് ആർ ദോസ് റീറ്റെയിലേഴ്സ് ഹു ഹാവ് നോ ഫിക്സ്ഡ് പ്ലേസ് ഓഫ് ബിസിനസ്.
അവർക്ക് സ്ഥിരമായിട്ട് ഒരു സ്ഥലം ഉണ്ടാവില്ല ബിസിനസ് ചെയ്യാൻ വേണ്ടി. അവർ ദേ മൂവ് ഫ്രം വൺ പ്ലേസ് ടു അനദർ ആൻഡ് സെൽസ് ഗുഡ്സ്. ദേ ഇൻക്ലൂഡ് ഹോക്കേഴ്സ്, പെഡ്ലേഴ്സ്, ചീപ്പ് ജാക്സ്, സ്ട്രീറ്റ് വെൻഡേഴ്സ്, മാർക്കറ്റ് ട്രേഡേഴ്സ് എക്സെട്ര. അവർ ആരൊക്കെയാണ്? ഹോക്കേഴ്സ് ഉണ്ട്, പെഡ്ലേഴ്സ് ഉണ്ട്, ചീപ്പ് ജോബ്സ് ഉണ്ട്, സ്ട്രീറ്റ് വെൻഡേഴ്സ്, മാർക്കറ്റ് ട്രേഡേഴ്സ് എക്സെട്ര. ഇതിൽ കേൾക്കാത്തത് പെഡ്ലർ ആരാണ്, ഹോക്കർ ആരാണ് എന്നൊക്കെയാണ്. പെഡ്ലർ എന്ന് പറഞ്ഞാൽ ഓരോ കസ്റ്റമേഴ്സ് അടുത്ത് പോയിട്ട് വിൽക്കുന്ന സാധനം കയ്യിലൊക്കെ എടുത്ത് പോയി വിൽക്കുന്ന ആളാണ് പെഡ്ലർ എന്ന് പറയുന്നത്. ഹോക്കർ എന്ന് പറഞ്ഞാൽ അയാളുടെ കയ്യിൽ ഒരു ചെറിയ വണ്ടിയൊക്കെ ഉണ്ടാവും, അയാൾക്ക് ചെറിയൊരു ടെമ്പററി പ്ലേസ് ഉണ്ടാവും, അയാൾ മൂവ് ചെയ്തുകൊണ്ടേയിരിക്കും. ചിലപ്പോൾ വാനായിരിക്കാം, ചിലപ്പോൾ സൈക്കിളാവാം, ചിലപ്പോൾ കാർട്ടാവാം. ചീപ്പ് ജാക്സ് എന്ന് പറഞ്ഞാൽ തട്ടുകട പോലെ തന്നെ ടെമ്പററി ഷോപ്പ് ഉണ്ടാവും, അവിടെ ചേഞ്ച് ദ ലൊക്കേഷൻ ഇറ്റ്സ് എ ഫൈൻ ബെറ്റർ ഓപ്പർച്യൂണിറ്റി. അയാളുടെ സ്ഥലം ബിസിനസ് പ്ലേസ് ഇങ്ങനെ മാറ്റിക്കൊണ്ടേയിരിക്കും ഓപ്പർച്യൂണിറ്റി നോക്കിയിട്ട്. ഫിക്സഡ് ഷോപ്പ് റീറ്റെയിലേഴ്സ് എന്ന് പറഞ്ഞാൽ ദേ ഹാവ് ഫിക്സഡ് പ്ലേസ് ഓഫ് ബിസിനസ് ടു ക്യാരി ഔട്ട് റീറ്റെയിലിംഗ്. അവർ ദേ ഇൻക്ലൂഡ് സ്മോൾ സ്കെയിൽ റീറ്റെയിലറുണ്ട്, ലാർജ് സ്കെയിലും റീറ്റെയിലറുണ്ട്. സ്മോൾ സ്കെയിൽ റീറ്റെയിലേഴ്സ് എന്ന് പറഞ്ഞാൽ ഇൻഡിപെൻഡൻറ്റ് ഷോപ്സ് ഉണ്ട്, സ്ട്രീറ്റ് സ്റ്റോൾസ്, സെക്കൻഡ് ഹാൻഡ് ഗുഡ്സ് സെല്ലർ, ഇതൊക്കെ സ്മോൾ സ്കെയിൽ വരുന്നതാണ്. ലാർജ് സ്കെയിലിൽ വരുന്നത് ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോർ എന്ന് പറഞ്ഞാൽ ലാർജ് സ്കെയിൽ ഓഫ് റീറ്റെയിൽ എസ്റ്റാബ്ലിഷ്മെൻ്റ് ആണ്. ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോർ എന്ന് പറയുന്നത് ബാറ്റ ചെയിൻ സ്റ്റോർ, ഫോർ എക്സാമ്പിൾ ബാറ്റ ഷോറൂം, മെയിൽ ഓർഡർ ബിസിനസ് ഹൗസ്, കൺസ്യൂമർ കോഓപ്പറേറ്റീവ് സ്റ്റോർ, സൂപ്പർ മാർക്കറ്റ്, ഹൈപ്പർ മാർക്കറ്റ്, റീറ്റെയിലർ ചെയിൻ, ഫോർ എക്സാമ്പിൾ സ്പെൻസർ, ഷോപ്പിംഗ് മാൾ, ഇതൊക്കെ ലാർജ് സ്കെയിൽ റീറ്റെയിലറാണ്. ഡയറക്റ്റ് മാർക്കറ്റിംഗ്. ഡയറക്റ്റ് മാർക്കറ്റ് ഈസ് അബൌട്ട് മാർക്കറ്റിംഗ്, making direct contact with existing and potential customers to promote your product or service. ഇതാണ് ഡയറക്റ്റ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഡയറക്റ്റ് കോണ്ടാക്ട് വിത്ത് ദി കസ്റ്റമേഴ്സ്. അതിൽ ഇൻ്റർമീഡിയറ്റ് ഒന്നും ഉണ്ടാവില്ല, ഡയറക്റ്റ് ആയിട്ട് കമ്പനിയിലെ ആൾക്കാർ പോയിട്ട് കോണ്ടാക്ട് ചെയ്തിട്ട് മാർക്കറ്റിംഗ് നടത്താം. ദാറ്റ് ഈസ് വാട്ട് ഈസ് നോൺ ആസ് ഡയറക്റ്റ് മാർക്കറ്റിംഗ്. ഇറ്റ് ഈസ് ഓറിയൻറ്റഡ് ടുവേർഡ്സ് ഫൈൻഡിങ്, ഗെറ്റിംഗ്, കീപ്പിംഗ് ആൻഡ് ഡെവലപ്പിംഗ് കസ്റ്റമർ വൺ ടു വൺ. ഇത് ഓരോ ആൾക്കാരുടെ അടുത്തും പോയിട്ട് കണ്ടുപിടിച്ച് അവരെടുത്ത് നോക്കിയിട്ട് മാർക്കറ്റ് ചെയ്യുന്ന രീതിയാണ് ഡയറക്റ്റ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഇറ്റ് ഇനേബിൾസ് ടു ടാർഗറ്റ് പെർട്ടിക്കുലർ പീപ്പിൾ വിത്ത് പേഴ്സണലൈസ്ഡ് മെസ്സേജ്. ചിലപ്പോൾ പേഴ്സണലൈസ്ഡ് മെസ്സേജ് ആയിരിക്കും, കസ്റ്റമൈസ്ഡ്, ഓരോ കസ്റ്റമർക്ക് വേണ്ടിയും ഡിഫറെൻ്റ് ആയിട്ടുള്ള മെസ്സേജ് ആയിരിക്കും, എന്നിട്ട് അവർക്കനുസരിച്ചുള്ള സാധനങ്ങൾ ഡെലിവറി ചെയ്യാം. ഓൾസോ നോൺ ആസ് ആം ചെയർ ഷോപ്പിംഗ്. It is defined as an activity that creates and exploits a direct relationship between seller and customer. സെല്ലറും കസ്റ്റമറും തമ്മിലുള്ള ഡയറക്റ്റ് റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടുള്ള മാർക്കറ്റിംഗ് ആണ് ഡയറക്റ്റ് മാർക്കറ്റിംഗ്. ഏതൊക്കെ ഫോമാണ് ഡയറക്റ്റ് മാർക്കറ്റിംഗ് ഉള്ളതാണ് ഇനി പഠിക്കാൻ പോകുന്നത്. വാട്ട് ആർ ദ മെത്തേഡ്സ് ഓഫ് ഡയറക്റ്റ് മാർക്കറ്റിംഗ്? വൺ ടൈപ്പ് ഈസ് ഡയറക്റ്റ് സെല്ലിംഗ്. Direct selling takes two basic forms, namely through company's representatives and through multi-level marketing. കമ്പനിയുടെ റെപ്രസെൻറ്റേറ്റീവ് മുഖാന്തരമോ അല്ലെങ്കിൽ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് മുഖേനയോ നമ്മൾ ഡയറക്റ്റ് സെല്ലിംഗ് നടത്താം. യുറേക്ക അതിൻ്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത് യുറേക്ക ഫോബ്സ് അവർ ഡയറക്റ്റ് സെല്ലിംഗ് ആണ് നടത്തുന്നത് ത്രൂ ദെയർ റെപ്രസെൻറ്റേറ്റീവ്സ്. റെപ്രസെൻറ്റേറ്റീവ് വിസിറ്റ്സ് ദ കസ്റ്റമേഴ്സ് പ്രെമിസസ് ആൻഡ് ഡിസ്കസ് ദി ഓഫേഴ്സ് ആൻഡ് ഗെറ്റ് ദ ഓർഡർ. അതിനനുസരിച്ച് ആ സാധനം ഡെലിവറി ചെയ്യും. അതാണ് യുറേക്ക ഫോബ്സ് ചെയ്യുന്നത്. അതിന് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ കസ്റ്റമേഴ്സ് വിൽ ബ്രിങ് മോർ കസ്റ്റമേഴ്സ്. കസ്റ്റമേഴ്സ് എന്ത് ചെയ്യും? ഇൻഡയറക്ട്ലി അവർ സെയിൽസ്മാൻ ആയി മാറും. എ കസ്റ്റമർ ബിക്കംസ് എ സെയിൽസ്മാൻ. ഫോർ എക്സാമ്പിൾ ആംവേ ഒരു മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ആണ് ചെയ്യുന്നത്. ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ഡയറക്റ്റ് സെല്ലിംഗ്. അടുത്ത് ടെലി മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ ടെലികമ്മ്യൂണിക്കേഷൻ മുഖേന ടെലികമ്മ്യൂണിക്കേഷൻ ഉപയോഗിച്ചിട്ട് പ്രോസ്പെക്റ്റീവ് കസ്റ്റമേഴ്സിൻ്റെ അടുത്തെത്തിയിട്ട് മാർക്കറ്റിംഗ് ചെയ്യുക. ദാറ്റ് ഈസ് ടെലിമാർക്കറ്റിംഗ്. വഴി കസ്റ്റമറായിട്ട് ഇൻട്രാക്ട് ചെയ്യും. Interaction occurs over the telephone and other telecommunication media to sell directly to consumers. That is telemarketing. Then television home marketing എന്ന് പറഞ്ഞാൽ ടെലിവിഷൻ ഉപയോഗിച്ച് ടെലിവിഷനിൽ ഏതെങ്കിലും ചാനൽ വഴി നമ്മൾ എന്ത് ചെയ്യുക? കസ്റ്റമേഴ്സിനെ അട്രാക്ട് ചെയ്യുക. സെല്ലേഴ്സ് ഡെമോൺസ്ട്രേറ്റ് ദ പ്രോഡക്റ്റ് ത്രൂ എ ഷോപ്പിംഗ് ചാനൽ. അതിലൊരു ഷോപ്പിംഗ് ചാനൽ ഉണ്ടാവും. ഷോപ്പിംഗ് ആപ്പുകളിലൊക്കെ നമ്മൾ ഷോപ്പിംഗ് ചാനൽ വഴി കാണാം. ഷോപ്പിംഗ് ചാനൽ വഴി അവർ ശരിക്കും നേരിട്ട് ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്ന പോലെ എങ്ങനെയാണ് അത് സർവീസ് അതിൻ്റെ ഫങ്ഷനിങ് എങ്ങനെയാണെന്നൊക്കെ ഒരു ചാനൽ വഴി അവർ കാണിച്ചു തരും. എന്നിട്ട് കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അബൌട്ട് ദ പ്രോഡക്റ്റ്, അതിൻ്റെ മോഡ് ഓഫ് പേയ്മെൻറ്റ് എങ്ങനെയാണ്, മെത്തേഡ് ഓഫ് ഡെലിവറി, കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അവർ ആ ചാനലിൽ ഒരു ആങ്കർ വന്നിട്ട്
കാണിച്ചു തരും, അവർ പറയും. എന്നിട്ട് കസ്റ്റമേഴ്സ് വേണമെങ്കിൽ ആ ചാനൽ പ്രൊവൈഡ് ചെയ്യുന്ന ടെലിഫോൺ നമ്പറിൽ വിളിച്ചാൽ അവർക്ക് കസ്റ്റമേഴ്സിന് ഡെലിവറി കിട്ടും. അതാണ് ടെലിവിഷൻ ഹോം മാർക്കറ്റിംഗ്. അടുത്തത് കാറ്റലോഗ് മാർക്കറ്റിംഗ്. കാറ്റലോഗ് മാർക്കറ്റിങ്ങിൽ നമ്മൾ കമ്പനി കാറ്റലോഗ് അയച്ചു കൊടുക്കും കസ്റ്റമേഴ്സിന് ഏതെങ്കിലും വഴി കസ്റ്റമേഴ്സിന് കാറ്റലോഗ് കൊടുക്കുകയും ആ കാറ്റലോഗ് കാണുന്ന പ്രോഡക്റ്റ് സെലക്ട് ചെയ്തിട്ട് ത്രൂ ടെലിഫോൺ വഴിയോ ഇമെയിൽ വഴിയോ പോസ്റ്റ് വഴിയോ എന്ത് ചെയ്യുക, സാധനം കൊടുക്കുക. പേയ്മെൻറ്റ് ഒന്നുകിൽ ഓൺ ഡെലിവറി ആവാം, PPP ആണെങ്കിൽ ഡെലിവറിക്ക് സമയത്തിന് കൊടുത്താൽ മതി, അല്ലെങ്കിൽ ഓൺലൈൻ പേയ്മെൻറ്റ് നടത്താം, അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡോ ക്രെഡിറ്റ് കാർഡോ ഉപയോഗിച്ച് നടത്താം ഈ കാറ്റലോഗ് മാർക്കറ്റിംഗ്. ഡയറക്റ്റ് റെസ്പോൺസ് മാർക്കറ്റിംഗ് അടുത്തത് ദിസ് occurs when a retailer advertise a product and makes it available through mail or telephone orders. അതാണ് ഡയറക്റ്റ് റെസ്പോൺസ് മാർക്കറ്റിംഗ്. ഹോട്ടലൊക്കെ കാണാം, ഹോട്ടലിൽ ടെലിഫോണിൽ വിളിച്ച് പറഞ്ഞാൽ നമുക്ക് വീട്ടിൽ അവർ ഡെലിവറി കൊണ്ടുതരും. ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ഡയറക്റ്റ് റെസ്പോൺസ് മാർക്കറ്റിംഗ്. അടുത്തത് ഫ്രാഞ്ചൈസിങ്. ഫ്രാഞ്ചൈസിങ് ഇസ് എ ഫോം ഓഫ് ബിസിനസ് ബൈ വിച്ച് ദ ഓണർ ഓഫ് എ പ്രൊഡക്റ്റ് ഒബ്റ്റെയിൻസ് ഡിസ്ട്രിബ്യൂഷൻ ത്രൂ അഫിലിയേറ്റഡ് ഡീലേഴ്സ്, ഫ്രാഞ്ചൈസീസ്. ഇപ്പോൾ ബാറ്റോ ഒക്കെ ചെയ്യുന്നത് ഫ്രാഞ്ചൈസിങ് ആണ്. ഇപ്പോൾ ബാറ്റയുടെ ഫ്രാഞ്ചൈസി ഏറ്റെടുക്കുകയാണ് ചെയ്യുക ചില ആൾക്കാർ, റീറ്റെയിലേഴ്സ്. അപ്പോൾ ബാറ്റയ്ക്ക് ഒരു ചെറിയൊരു പെർസെൻറ്റേജ് പ്രോഫിറ്റ് അവർക്ക് കൊടുക്കും. ദാറ്റ് ഈസ് ഫ്രാഞ്ചൈസിങ്. ഇറ്റ്സ് എ ഫോം ഓഫ് ബിസിനസ് ബൈ വിച്ച് ദ ഓണർ ഓഫ് എ പ്രൊഡക്റ്റ് ഒബ്റ്റെയിൻസ് ഡിസ്ട്രിബ്യൂഷൻ ത്രൂ അഫിലിയേറ്റഡ് ഡീലേഴ്സ് ആണ് ഫ്രാഞ്ചൈസിങ് എന്ന് പറയുന്നത്. അടുത്തത് ഓട്ടോമാറ്റഡ് വെൻഡിങ് മെഷീനാണ്. ഓട്ടോമാറ്റഡ് വെൻഡിങ് ചിത്രത്തിൽ കാണാം. ദാറ്റ് ഈസ് പിക്ചർ ഓഫ് ഓട്ടോമാറ്റഡ് വെൻഡിങ് മെഷീൻ. നമ്മൾ ഓട്ടോമാറ്റഡ് വെൻഡിങ് മെഷീൻ വെച്ച് നമ്മളെ പ്രൊഡക്റ്റ് എന്ത് ചെയ്യാം, അതിൽ സ്റ്റോർ ചെയ്ത് വെക്കാം. അതിൽ വേണ്ട സാധനം ക്ലിക്ക് ചെയ്ത് പേയ്മെൻറ്റ് ത്രൂ ഡെബിറ്റ് കാർഡോ അല്ലെങ്കിൽ കാർഡ് നമ്പറോ ഉപയോഗിച്ച് ഓൺലൈൻ നമ്മൾ പേയ്മെൻറ്റ് നടത്തുകയാണെങ്കിൽ ATM കാർഡോ ഇതൊന്നും ഉപയോഗിച്ച് പേയ്മെൻറ്റ് നടത്തുകയാണെങ്കിൽ നമുക്ക് സാധനം ആടിയിൽ കാണുന്ന ആ സ്പേസിലൂടെ പുറത്തിരിക്കുകയും പർച്ചേസ് സാധനം കൈ കിട്ടുകയും ചെയ്യും. അപ്പോൾ ബിസിനസ് ഹൗസസ് ഓൺ ദീസ് മെഷീൻസ് ആൻഡ് ഇൻസ്റ്റാൾ ദം അറ്റ് സ്ട്രാറ്റജിക് മാർക്കറ്റ് പ്ലേസസ് സച്ച് ആസ് എയർപോർട്ട്സ്, റെയിൽവേ സ്റ്റേഷൻ എക്സെട്ര. ഇപ്പോൾ എയർപോർട്ടിലൊക്കെ കാണാം, ഈച്ച് ഡേ ദ കമ്പനി റെപ്രസെൻറ്റേറ്റീവ്സ് കം ആൻഡ് ടേക്സ് ദ ക്യാഷ് കളക്റ്റഡ് ആൻഡ് പുട്ട് ബാക്ക് ദ ഗുഡ്സ് ദാറ്റ് ദ മെഷീൻ ക്യാൻ ആക്സെപ്റ്റ്. ഇപ്പോൾ മിക്കവാറും ക്യാഷ് ആയിരിക്കും, നമ്മൾ ക്യാഷ് അതിൽ ഇട്ട് കൊടുത്താൽ മതി. കോയിൻസ് 10 രൂപയുടെ കോയിൻസ് അല്ല 20 രൂപയുടെ നോട്ട് അതൊക്കെ ഇട്ട് കൊടുത്താൽ അത് ആക്സെപ്റ്റ് ചെയ്യും. അതിൽ പറയാം, അവിടെ ഡെമോൺസ്ട്രേഷൻ ഉണ്ടാവും ഏതൊക്കെയാണ് കറൻസിയാണ് സ്വീകരിക്കുക എന്നുള്ളത്. അഡ്വാൻറ്റേജസ് ഓഫ് ഡയറക്റ്റ് മാർക്കറ്റിംഗ്. എന്താണ് ഡയറക്റ്റ് മാർക്കറ്റിംഗിൻ്റെ അഡ്വാൻറ്റേജസ്? ഡയറക്റ്റ് മാർക്കറ്റിംഗ് ഈസ് കൺസിഡർഡ് ടു ബി ദ മോസ്റ്റ് യൂസ്ഫുൾ വെപ്പൺ ടു റിറ്റെയിൻ കസ്റ്റമേഴ്സ് ആൻഡ് ആഡ് ന്യൂ കസ്റ്റമേഴ്സ്. കസ്റ്റമേഴ്സിന് കൺവീനിയൻസ് ഉണ്ടാവും, നമുക്ക് പെട്ടെന്ന് സാധനം കിട്ടും, എല്ലാ ഡീറ്റെയിൽസും അവർക്ക് നേരിട്ട് അവർ പറഞ്ഞു തരും. ടൈം സേവിങ് പെട്ടെന്ന് കിട്ടും, നമുക്ക് നേരിട്ട് പോകേണ്ടില്ല. വീട്ടിലെ ഡെലിവറി ആണെങ്കിൽ ടൈം സേവിങ് ആണ്. ഒരുപാട് ചോയ്സ് ഉണ്ടാവും. ദെൻ പ്രൊഡക്റ്റ് ഇൻഫർമേഷൻ റെഡിലി അവൈലബിൾ ആണ്. ദെൻ അഡ്വാൻറ്റേജ് ടു സെല്ലർക്കാകുമ്പോൾ റിഡക്ഷൻ ഇൻ ഓപ്പറേറ്റിംഗ് കോസ്റ്റ്. റീറ്റെയിലറും ഹോൾസെയിലൊന്നും ഇല്ലാത്തതുകൊണ്ട് കോസ്റ്റ് കുറയും. കൺസ്യൂമർ ഇൻഫർമേഷൻ കിട്ടും. ദെൻ കസ്റ്റമർ റിലേഷൻ ത്രൂ ഇൻട്രാക്റ്റീവ് മാർക്കറ്റിംഗ് ആയിരിക്കും, നേരിട്ട് സംസാരിക്കും. അവർക്ക് എത്രയാണ് ക്വാണ്ടിറ്റി വേണ്ടത്, അവർക്ക് എന്തൊക്കെയാണ് നീഡ് എന്നുള്ളതൊക്കെ ശരിക്കും അറിയാൻ പറ്റും. ദെൻ പ്രൈവസി ഓഫേഴ്സ് ആൻഡ് സ്ട്രാറ്റജീസ് ആർ ലെസ് വിസിബിൾ ടു കോമ്പറ്റീറ്റേഴ്സ്. ഇപ്പോൾ ഒരു സെല്ലർ ഡയറക്റ്റ് മാർക്കറ്റിംഗ് ആണെങ്കിൽ അവർ കൊടുക്കുന്ന ഓഫർ കോമ്പറ്റീറ്റേഴ്സിനൊന്നും അറിയില്ല, അതുകൊണ്ട് അങ്ങനെ പ്രൈവസി കിട്ടും. പിന്നെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് കോമ്പീറ്റിംഗ് വിത്ത് എക്സിസ്റ്റിംഗ് ഇൻ്റർമീഡിയറ്റ്സ് ചാനൽ പാർട്ട്നേഴ്സ്. ഒരു കമ്പനി ഒരു ചാനൽ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ഉണ്ടെങ്കിൽ അതുമായിട്ടൊരു കോമ്പറ്റീഷൻ ഉണ്ടാവും, അത് കോൺഫ്ലിക്റ്റ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതൊരു ഡിസഡ്വാൻറ്റേജസ് ആണ്. ഇനീഷ്യൽ കസ്റ്റമർ അക്വിസിഷൻ കോസ്റ്റ് ഈസ് ഹൈ. അപ്പോൾ കസ്റ്റമറുടെ അടുത്ത് പോയിട്ട് ഒരു കസ്റ്റമറെ അക്വയർ ചെയ്യാനുള്ള കോസ്റ്റ് വളരെ കൂടുതലായിരിക്കും. നമ്മൾ പുതിയൊരു കസ്റ്റമർ അക്വയർ ചെയ്യാനുള്ള കോസ്റ്റ് വളരെ കൂടുതലായിരിക്കും. കാരണം നമുക്ക് പ്രൊമോഷനൊക്കെ നമ്മൾ തന്നെ നടത്തേണ്ടി വരും. ഹോൾസെയിലറോ റീറ്റെയിലറോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഇനീഷ്യൽ അക്വിസിഷൻ കോസ്റ്റ് വളരെ കൂടുതലായിരിക്കും. കസ്റ്റമർ അക്വിസിഷൻ കോസ്റ്റ് ഇറ്റ് മേ സംടൈംസ് ക്രിയേറ്റ് ഇറിറ്റേഷൻ അമംഗ് കസ്റ്റമേഴ്സ്. ഇപ്പോൾ ഡയറക്റ്റ് സെയിൽ മാർക്കറ്റ് ചെയ്യുമ്പോൾ കസ്റ്റമേഴ്സ് ചിലപ്പോൾ ഇഷ്ടപ്പെടണമില്ല. നമ്മൾ ഒരു വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ കമ്പനിയിൽ നിന്ന് നമ്മളെ ഡയറക്റ്റ് മാർക്കറ്റിംഗ് കമ്പനിയിൽ നിന്ന് ഫോൺ വരികയാണെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടാവും, മെസ്സേജൊക്കെ വരികയാണെങ്കിൽ ബുദ്ധിമുട്ടാവും, അത് ഇറിറ്റേഷൻ ഉണ്ടാവും ചില കസ്റ്റമേഴ്സിന്. നോ ചാൻസ് ടു ഇൻസ്പെക്ട് ദ പ്രോഡക്റ്റ് ബിഫോർ പ്ലേസിങ് ഓർഡേഴ്സ്. ചില ഡയറക്റ്റ് മാർക്കറ്റിങ്ങിൽ ഓൺലൈൻ മാർക്കറ്റിങ്ങിലൊക്കെ ഓർഡർ പ്ലേസ് ചെയ്യുന്നതിന് മുമ്പ് ഫിസിക്കൽ ഇൻസ്പെക്ഷൻ നടത്താനുള്ള ചാൻസ് കുറവായിരിക്കും. സംടൈംസ് ഇറ്റ് ലാക്സ് പേഴ്സണൽ ടച്ച്. ഓൺലൈൻ മാർക്കറ്റിങ്ങിന് ചില കേസിൽ പേഴ്സണൽ ടച്ച് ഉണ്ടാവുന്നില്ല. സംടൈംസ് കൺസ്യൂമേഴ്സ് ആർ സസ്പീഷ്യസ് അബൌട്ട് ദ ജെന്യൂൻനെസ് ഓഫ് ദ ഡയറക്റ്റ് മാർക്കറ്റിംഗ് ഓഫേഴ്സ് കണ്ടാൽ അവർ പറയുന്നതൊക്കെ കേട്ടാൽ നമുക്കൊരു സംശയം ഉണ്ടാവും.
അത് സംടൈംസ് കൺസ്യൂമേഴ്സ് ആർ സസ്പീഷ്യസ് അബൌട്ട് ദ ജെന്യൂൻസ് ഓഫ് ഡയറക്റ്റ് മാർക്കറ്റിംഗ് ഓഫേഴ്സ്. ഇനി എന്താണ് ഓൺലൈൻ മാർക്കറ്റിംഗ് എന്ന് പറയുക? ഓൺലൈൻ മാർക്കറ്റിംഗ് സിംപ്ലി മീൻസ് മാർക്കറ്റിംഗ് ത്രൂ ഇന്റർനെറ്റ് ഉപയോഗിച്ചുള്ള മാർക്കറ്റിംഗ് ആണ് ഓൺലൈൻ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ യൂസ് ഓഫ് ഇന്റർനെറ്റ് ആൻഡ് റിലേറ്റഡ് ഡിജിറ്റൽ ടെക്നോളജീസ് ടു അച്ചീവ് ദി മാർക്കറ്റിംഗ് ഒബ്ജക്റ്റീവ്സ് ആൻഡ് സപ്പോർട്ട് മോഡേൺ മാർക്കറ്റിംഗ് കോൺസെപ്റ്റ്. In other words, it is the use of information technology in the process of creating, communicating and delivering value to customers and managing customer relations. മാർക്കറ്റിങ്ങിൽ ഓൺലൈനിൻ്റെ സൗകര്യം, IT-യുടെ ഇൻഫർമേഷൻ ടെക്നോളജിയുടെ യൂസ് ചെയ്താൽ നമുക്കതിനെ ഓൺലൈൻ മാർക്കറ്റിംഗ് എന്ന് പറയാം. എന്തൊക്കെയാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജസ് ആസ് കമ്പയർഡ് ടു കൺവെൻഷണൽ മാർക്കറ്റിംഗ്? ഓൺലൈൻ മാർക്കറ്റിംഗ് ആസ് ദ ഫോളോയിങ് അഡ്വാൻറ്റേജസ്. ഒന്ന്, മോർ ചോയ്സ് ആണ്, ഒരുപാട് ചോയ്സ് ഉണ്ടാവും. മാർക്കറ്റിംഗ് ക്യാൻ ബി ഡൺ ഓൺ ഗ്ലോബൽ ബേസിസ്. അത് നമ്മൾ ജിയോഗ്രഫി ഒരു ബാരിയറേ അല്ല. കസ്റ്റമർ ക്യാൻ കമ്പയർ പ്രൈസസ് ഒക്കെ കമ്പയർ ചെയ്യാം. ഷോർട്ട് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ചാനൽ ചെറുതാക്കാം. ദർ ഈസ് എ ഡയറക്റ്റ് ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ മാർക്കറ്റ് ആൻഡ് കസ്റ്റമേഴ്സിനൊക്കെ സംശയം ചോദിക്കുകയാണെങ്കിൽ പെട്ടെന്ന്, നോർമൽ കേസ് ആണെങ്കിൽ റീറ്റെയിലർ, ഹോൾസെയിലർ അങ്ങനെയൊക്കെയാണ് ഇൻഫർമേഷൻ പാസ് ഓൺ ചെയ്യുക. അത് നേരിട്ട് നമുക്ക് കമ്പനിയായിട്ട് കോൺടാക്ട് ചെയ്യാം. കോസ്റ്റ് ലോവർ ആയിരിക്കാം, ലോവർ കോസ്റ്റ് ആണ്. കൺവീനിയൻറ്റ് ഷോപ്പിംഗ് കൺവീനിയൻ്റ് ആണ്, നമുക്ക് സാധനം വീട്ടിലെത്തും, സെലക്ഷൻ ഒരുപാടുണ്ട്. അതൊക്കെയാണ് ഇതിൻ്റെ മെച്ചം. ഇതിന് ലിമിറ്റേഷൻ എന്ന് പറയുന്നത് സർട്ടൻ പ്രൊഡക്ട്സ് ലൈ ഔട്ട്സൈഡ് ദ സ്കോപ്പ് ഓഫ് ഓൺലൈൻ മാർക്കറ്റിംഗ്. ചില പ്രൊഡക്ട്സ് നമുക്ക് ഓൺലൈനായിട്ട് വിൽക്കാൻ പറ്റില്ല. ദർ ഈസ് നോ ടച്ച് ആൻഡ് ഫീൽ എക്സ്പീരിയൻസ് ടു കസ്റ്റമേഴ്സ്. നമുക്കിത് ഫിസിക്കൽ ഇൻസ്പെക്ഷൻ നടത്താൻ പറ്റില്ല. അതുകൊണ്ട് ടച്ച് ആൻഡ് ഫീൽ എക്സ്പീരിയൻസ് വളരെ കുറവായിരിക്കും. നമ്മളെ കണ്ട് മനസ്സിലാക്കിയിട്ട് റിവ്യൂ ഒക്കെ നോക്കിയിട്ടാണ് നമുക്കിത് പർച്ചേസ് ചെയ്യാൻ പറ്റും. ദ ഇൻഫർമേഷൻ അബൌട്ട് ദ കസ്റ്റമേഴ്സ് മേ ബി മിസ്യൂസ്ഡ്. അതിന് കസ്റ്റമേഴ്സ് ഒരുപാട് ഇൻഫർമേഷൻ കൊടുക്കേണ്ടി വരും. ആ ഇൻഫർമേഷൻ ഓൺലൈൻ മാർക്കറ്റിംഗ് നടത്തുന്ന കമ്പനികൾ ചിലപ്പോൾ മിസ്യൂസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അവരത് വേറെ കമ്പനികൾക്ക് കൊടുക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. ഡസ് നോട്ട് കവർ എ മേജർ പോർഷൻ ഓഫ് പോപ്പുലേഷൻ. ഓൺലൈൻ മാർക്കറ്റിംഗ് നടത്തണമെങ്കിൽ ഇൻഫർമേഷൻ ടെക്നോളജി ഉണ്ടെങ്കിലേ പറ്റൂ. ഇപ്പോൾ ഇൻഫർമേഷൻ ടെക്നോളജി ഇല്ലാത്ത ഒരു വലിയൊരു പോർഷൻ ഉണ്ട്, അവരെ ഇത് കവർ ചെയ്യുന്നില്ല. സർവീസ് ബാക്കപ്പ് ഈസ് എ മേജർ പ്രോബ്ലം. ചില സമയത്ത് നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ ആഫ്റ്റർ സെയിൽ സർവീസൊക്കെ കുറവായിരിക്കും. ചില കമ്പനികൾ സാധനം, ചില പ്രൊഡക്റ്റ് ഓൺലൈൻ വഴിയാണ് വാങ്ങിയതെങ്കിൽ ചിലപ്പോൾ ആഫ്റ്റർ സെയിൽസ് സർവീസ് കിട്ടാറില്ല. ചില കമ്പനികൾ ഇപ്പോൾ കിട്ടാറുണ്ട്. പണ്ട് കാലത്തൊന്നും അങ്ങനെ സർവീസ് കൊടുക്കാറില്ലായിരുന്നു. ഇപ്പം കുറേ കമ്പനികൾ ഓൺലൈൻ വഴിയാണ് വാങ്ങിയതെങ്കിലും സർവീസ് കിട്ടാറുണ്ട്. സ്റ്റിൽ ചില കമ്പനികൾ സർവീസ് കൊടുക്കാറില്ല, ആഫ്റ്റർ സെയിൽസ് സർവീസ്. അപ്പോൾ ദർ ആർ പ്രോബ്ലംസ് അസോസിയേറ്റഡ് വിത്ത് പേയ്മെൻറ്റ് ആൻഡ് പെർഫോമൻസ്. ഇപ്പോൾ ചില കേസിൽ, റയർ കേസിലാണ് സൂക്ഷിച്ച് വാങ്ങിച്ചിട്ടില്ല, അൺറിലയബിൾ സൈറ്റ് ഒക്കെ ഉണ്ട്. ആമസോൺ, ഫ്ലിപ്കാർട്ട് ഒക്കെ റിലയബിൾ ആണ്. ചില സൈറ്റ് വഴി നമ്മൾ വാങ്ങിക്കുകയാണെങ്കിൽ നമ്മളെ പേയ്മെൻറ്റ് പോകും, പക്ഷേ സാധനം ഡെലിവറി ചെയ്യില്ല. ചിലപ്പം പേയ്മെൻറ്റ് പോകും, സാധനം ഡെലിവറി ചെയ്യും, പക്ഷേ നമ്മൾ ഓർഡർ ചെയ്ത സാധനം ആയിരിക്കണമെന്നില്ല. ചിലപ്പം അത് പെട്ടെന്ന് കംപ്ലൈൻ്റ് ആവാം, ക്വാളിറ്റി ഒക്കെ പ്രശ്നമാണ്. അപ്പോൾ വാങ്ങിക്കുമ്പോൾ സൂക്ഷിച്ച് വാങ്ങിക്കണം. ചില റിലയബിൾ ആയിട്ടുള്ള കമ്പനികളുണ്ട്, ആമസോൺ, ഫ്ലിപ്കാർട്ട് അങ്ങനെയുള്ള കമ്പനികളിൽ നിന്ന് വാങ്ങിക്കുന്നത് ശ്രദ്ധിക്കണം. ഷോപ്പ് ക്ലൂസ് ഒക്കെ ആണെങ്കിൽ എത്ര റിലയബിൾ ആണെന്നത് സംശയമാണ്. ദെൻ ലാസ്റ്റ് പോർഷനാണ് ലോജിസ്റ്റിക്. ലോജിസ്റ്റിക് ഈസ് ദ പ്രോസസ് ഓഫ് ഗെറ്റിംഗ് പ്രോഡക്ട്സ് വേർ ദേ ആർ റിക്വയർഡ് ആൻഡ് വെൻ എവർ ദേ ആർ ഡിസൈഡ്. ഇറ്റ്സ് എ ലോജിസ്റ്റിക്. ഇതാണ് ലോജിസ്റ്റിക് എന്ന് പറയുന്നത്. ഇറ്റ് ഇസ് എ പ്രോസസ് ഓഫ് ഗെറ്റിംഗ് പ്രോഡക്ട്സ് വേർ ദേ ആർ റിക്വയർഡ് ആൻഡ് വെൻ എവർ ദേ ആർ ഡിസൈഡ്. ലോജിസ്റ്റിക്, it is defined as planning, implementing and controlling the physical flow of materials, final goods from points of origin to points of use to meet the customers' needs at a profit. കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ടുള്ള സാധനം എത്തിക്കുക എന്നുള്ളതാണ് ലോജിസ്റ്റിക്കിൽ മേജറായിട്ട് ഡീൽ ചെയ്യുന്നത്. ഇറ്റ് ഇൻക്ലൂഡ്സ് സ്കോപ്പ് ഓഫ് ലോജിസ്റ്റിക് ഈസ് ടു ഫോൾഡ് ആണ്. അതിൽ ഫിസിക്കൽ സപ്ലൈ, ആ കമ്പനിക്ക് ഈ പ്രൊഡക്റ്റ് ഉണ്ടാക്കാനുള്ള റോ മെറ്റീരിയൽ കിട്ടുന്നതും ഇതിൻ്റെ ഭാഗമാണ്, ലോജിസ്റ്റിക്കിൻ്റെ ഭാഗമാണ്. അതേസമയം തന്നെ കസ്റ്റമേഴ്സിന് പ്രൊഡക്റ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതും ലോജിസ്റ്റിക്കിൻ്റെ ഭാഗമാണ്. അപ്പോൾ ലോജിസ്റ്റിക്കിൻ്റെ ഡെഫിനേഷൻ എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞു, ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് എ പ്ലാനിങ്, ഇംപ്ലിമെൻറ്റിംഗ് ആൻഡ് കൺട്രോളിംഗ് ദ ഫിസിക്കൽ ഫ്ലോ ഓഫ് മെറ്റീരിയൽസിൻ്റെ ഫിസിക്കൽ ഫ്ലോ, ഫൈനൽ ഗുഡ്സ് ഫ്രം പോയിന്റ്സ് ഓഫ് ഒറിജിൻ ടു പോയിന്റ്സ് ഓഫ് യൂസ് ടു മീറ്റ് ദ കസ്റ്റമേഴ്സ് നീഡ്സ് അറ്റ് എ പ്രോഫിറ്റ്. അപ്പോൾ കസ്റ്റമേഴ്സിന് ഒരു പ്രോഫിറ്റ്, നമുക്ക് കമ്പനിക്ക് ഒരു പ്രോഫിറ്റ് നേടിക്കൊണ്ട് കസ്റ്റമേഴ്സിൻ്റെ നീഡ് മീറ്റ് ചെയ്യുന്നത് ഇതിൻ്റെ ഭാഗമാണ്. അതിനുവേണ്ടി റോ മെറ്റീരിയൽ വാങ്ങിക്കുന്നതും ലോജിസ്റ്റിക്കിൻ്റെ ഭാഗമാണ്. ഇനി എന്തൊക്കെയാണ് ലോജിസ്റ്റിക് മാനേജ്മെൻറ്റ് ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്ന്, കസ്റ്റമർ സർവീസ് ആൻഡ് ഓർഡർ പ്രോസസ്സിംഗ് ആണ്. കസ്റ്റമേഴ്സിൻ്റെ
കസ്റ്റമർ സർവീസ്, കസ്റ്റമേഴ്സിൻ്റെ നീഡ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നേരത്തെ പറഞ്ഞതാണ്. ഓർഡർ ഷുഡ് ബി പ്രോസസ്ഡ് ഇൻ സച്ച് എ വേ ആസ് ടു ഗിവ് മാക്സിമം സാറ്റിസ്ഫാക്ഷൻ ടു കസ്റ്റമേഴ്സ് ആൻഡ് മാക്സിമം പ്രോഫിറ്റ് ദ കമ്പനി. കസ്റ്റമേഴ്സിൻ്റെ ഓർഡർ പ്രോസസ് ചെയ്യുക, അതുവഴി ആ ഓർഡർ പ്രോസസ് ചെയ്യുന്ന തന്നെ അവർക്ക് മാക്സിമം സാറ്റിസ്ഫാക്ഷൻ ആകണം. അവർക്ക് വേണ്ട ക്വാണ്ടിറ്റി സമയത്തിന് ടൈംലി ഡെലിവറി ആയിരിക്കണം.